ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, സാംസ്കാരിക പൈതൃക സംരക്ഷണത്തിനുള്ള യുനെസ്കോ പുരസ്കാരം ലഭിച്ച കർണികാര മണ്ഡപം സ്ഥിതി ചെയ്യുന്ന കുന്നമംഗലം ഭഗവതി ക്ഷേത്രം ഏത് ജില്ലയിലാണ്? ആൻസർ കോഴിക്കോട് ജില്ല. ആൻസർ കോഴിക്കോട് ജില്ല. 2. 2023 ഒക്ടോബറിൽ പശ്ചിമഘട്ടത്തിൽ നിന്നു കണ്ടെത്തിയ വയനാടൻ തീക്കറുപ്പൻ ഏത് ജീവിയുടെ പുതിയ ഇനമാണ്? ആൻസർ തുമ്പി. ആൻസർ തുമ്പി. 3. ക്വസ്റ്റ്യൻ, ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് സ്കൂളുകളിൽ വിദ്യാഭ്യാസത്തോടൊപ്പം രോഗപരിചരണവും ഉറപ്പാക്കുന്ന പദ്ധതി? ആൻസർ സ്പേസ്. ആൻസർ സ്പേസ്. 4. ക്വസ്റ്റ്യൻ, രജിസ്റ്റേർഡ് തപാൽ കൊറിയർ സേവനങ്ങൾക്ക് 2023 നവംബർ 1 മുതൽ ഏർപ്പെടുത്തിയ GST നിരക്ക് എത്രയാണ്? ആൻസർ 18%. ആൻസർ 18%. 5. ഏതു സാഹിത്യകാരൻ്റെ ജീവിതം പ്രമേയമാക്കി പുറത്തിറങ്ങിയ സിനിമയാണ് നളിനകാന്തി? ആൻസർ ടി പത്മനാഭൻ. ആൻസർ ടി പത്മനാഭൻ. 6. 2024 പുറത്തു വന്ന ആഗോള ഇന്നോവേഷൻ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര? ആൻസർ 39. ആഗോള ഇന്നോവേഷൻ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 39. 7. ക്വസ്റ്റ്യൻ, 2030 വേൾഡ് എക്സ്പോയ്ക്കു വേദിയാകുന്ന രാജ്യം? 2030 വേൾഡ് എക്സ്പോയ്ക്ക് വേദിയാകുന്ന രാജ്യം? ആൻസർ സൗദി അറേബ്യ. ആൻസർ സൗദി അറേബ്യ. 8. 2023 ഏഷ്യൻ ഗെയിംസ് മെഡൽ ജേതാവായ അദിതി അശോക് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഗോൾഫ്. അദിതി അശോക് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഗോൾഫ്. 9. UPI വഴി ഓഫ്ലൈൻ പണമിടപാടുകൾ നടത്താനായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അവതരിപ്പിച്ച സംവിധാനം ഏതാണ്? ആൻസർ UPI ലൈറ്റ് എക്സ്. UPI ലൈറ്റ് എക്സ്. 10. 2035 സ്വന്തമായി ബഹിരാകാശ നിലയം നിർമ്മിക്കാനൊരുങ്ങുന്ന രാജ്യം ഏതാണ്? ആൻസർ ഇന്ത്യ. ആൻസർ ഇന്ത്യ. 11. ഇവയിൽ വരണ്ട പ്രദേശം ഏതാണ്? ഇവയിൽ ഏറ്റവും വരണ്ട പ്രദേശം ഏതാണ്? ലേ, മുംബൈ, ഡൽഹി, ബാംഗ്ലൂർ? ആൻസർ ലേ ആണ് ഇവയിൽ ഏറ്റവും വരണ്ട പ്രദേശം. ആൻസർ ലേ. 12. ഏറ്റവും കൂടുതൽ ടിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഏറ്റവും കൂടുതൽ ടിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ആൻസർ ഛത്തീസ്ഗഡ് ആണ്. ഏറ്റവും കൂടുതൽ ടിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഛത്തീസ്ഗഡ് ആണ്. 13. ഇവയിൽ കിഴക്കൻ തീര സമതലത്തിന്റെ ഭാഗമായി വരുന്ന പ്രദേശം ഏതാണ്? മലബാർ തീരം, കോറമണ്ടൽ തീരം, കൊങ്കൺ തീരം, ഗുജറാത്ത് തീരം? ആൻസർ കോറമണ്ടൽ തീരമാണ് കിഴക്കൻ തീര സമതലത്തിന്റെ ഭാഗമായി വരുന്ന പ്രദേശം. ആൻസർ കോറമണ്ടൽ തീരം. 14. പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളിൽ ഉൾപ്പെടാത്തത് തിരഞ്ഞെടുക്കുക. സിന്ധു, താപ്തി, മഹാനദി, നർമ്മദ? ആൻസർ മഹാനദിയാണ് പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളിൽ ഉൾപ്പെടാത്തത്. ആൻസർ മഹാനദി. 15. റിഗർ എന്നറിയപ്പെടുന്ന മണ്ണിനം ഏതാണ്? കറുത്ത മണ്ണ്, ചെമ്മണ്ണ്, ചെങ്കൽ മണ്ണ്, എക്കൽ മണ്ണ്? ആൻസർ കറുത്ത മണ്ണാണ്. റിഗർ എന്നറിയപ്പെടുന്ന മണ്ണിനം കറുത്ത മണ്ണാണ്.
16. ഇന്ത്യയിൽ ഏറ്റവും ജനനിബിഡമായ ഭൂപ്രദേശം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും ജനനിബിഡമായ ഭൂപ്രദേശം ഏതാണ്? ആൻസർ ഉത്തര മഹാസമതലം. ആൻസർ ഉത്തര മഹാസമതലം. 17. റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് ഏതു രാജ്യത്തിൻ്റെ സഹായത്തോടെയാണ് സ്ഥാപിതമായത്? റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് ഏതു രാജ്യത്തിൻ്റെ സഹായത്തോടെയാണ് സ്ഥാപിതമായത്? ആൻസർ ജർമ്മനിയുടെ സഹായത്തോടെ. ആൻസർ ജർമ്മനി. 18. ചമ്പാരനിലെ നീലം കർഷകരുടെ കഷ്ടപ്പാടുകളെ ഗാന്ധിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് ആരാണ്? ആൻസർ രാജ്കുമാർ ശുക്ല. ആൻസർ രാജ്കുമാർ ശുക്ല. 19. ഗോര ആരുടെ കൃതിയാണ്? ഗോര ആരുടെ കൃതിയാണ്? ആൻസർ രവീന്ദ്രനാഥ ടാഗോർ. ഗോര ആരുടെ കൃതിയാണ്? ആൻസർ രവീന്ദ്രനാഥ ടാഗോർ. 20. ഇവയിൽ ഏത് നിയമപ്രകാരമാണ് ഏതൊരാളെയും അറസ്റ്റ് ചെയ്ത് വിചാരണ കൂടാതെ തടങ്കലിൽ വയ്ക്കാൻ അധികാരം നൽകുന്നത്? ആൻസർ റൗലറ്റ് ആക്ട്. ആൻസർ റൗലറ്റ് നിയമം. 21. ഇവയിൽ ഏതു യുദ്ധവുമായി ബന്ധപ്പെട്ടാണ് ശ്രീരംഗപട്ടണം സന്ധി? ഇവയിൽ ഏത് യുദ്ധവുമായി ബന്ധപ്പെട്ടാണ് ശ്രീരംഗപട്ടണം സന്ധി? ആൻസർ മൂന്നാം മൈസൂർ യുദ്ധം. ആൻസർ മൂന്നാം മൈസൂർ യുദ്ധം. 22. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ബീലുകൾ കലാപം നടത്തിയത് എവിടെയാണ്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ബീലുകൾ കലാപം നടത്തിയത് എവിടെയാണ്? ആൻസർ മറാത്തയിൽ. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ബീലുകൾ കലാപം നടത്തിയത് മറാത്തയിലാണ്. 23. ഹിന്ദു മതത്തിലെ കാൽവിൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഹിന്ദു മതത്തിലെ കാൽവിൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ആൻസർ സ്വാമി ദയാനന്ദ സരസ്വതി. ഹിന്ദു മതത്തിലെ കാൽവിൻ എന്നറിയപ്പെടുന്നത് സ്വാമി ദയാനന്ദ സരസ്വതി. 24. 1857 വിപ്ലവത്തിനു ഫൈസാബാദിൽ നേതൃത്വം നൽകിയത് ആരാണ്? 1857 വിപ്ലവത്തിനു ഫൈസാബാദിൽ നേതൃത്വം നൽകിയത് ആരാണ്? ആൻസർ മൗലവി അഹമ്മദുള്ള. 1857 വിപ്ലവത്തിന് ഫൈസാബാദിൽ നേതൃത്വം നൽകിയത് മൗലവി അഹമ്മദുള്ള. 25. ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം ലഭ്യമാവുന്ന മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആൻസർ അനുച്ഛേദം 14 ആണ്. ആൻസർ അനുച്ഛേദം 14. 26. മനുഷ്യാവകാശ കമ്മീഷൻ അധികാരത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പൗസ് ചെയ്ത് റീഡ് ചെയ്യുക. ആൻസർ ഭരണനിർവഹണ രംഗത്തെ പരിഷ്കരണങ്ങൾ. ഭരണനിർവഹണ രംഗത്തെ പരിഷ്കരണങ്ങൾ. ബാലൻസ് 3 മനുഷ്യാവകാശ കമ്മീഷൻ അധികാരങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. വനിതകളുടെയും കുട്ടികളുടെയും അവകാശ സംരക്ഷണം, തടവറകളിലെ അതിക്രമങ്ങൾ തടയൽ, വിവേചനങ്ങളിൽ നിന്നുള്ള സംരക്ഷണം. 27. സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം ഇന്ത്യയുടെ ദേശീയ പതാക ചെങ്കോട്ടയിൽ ഉയർത്തിയത് ആരായിരുന്നു? ആൻസർ ജവഹർലാൽ നെഹ്റു. ആൻസർ ജവഹർലാൽ നെഹ്റു. 28. ഇന്ത്യൻ സുപ്രീം കോടതിയുടെ ഉപദേശക അധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? ഇന്ത്യൻ സുപ്രീം കോടതിയുടെ ഉപദേശ അധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്. ആൻസർ വകുപ്പ് 143. ആൻസർ വകുപ്പ് 143. 29. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എത്ര തവണ ഭേദഗതി ചെയ്യപ്പെട്ടിട്ടുണ്ട്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എത്ര തവണ ഭേദഗതി ചെയ്യപ്പെട്ടിട്ടുണ്ട്? ആൻസർ 1 തവണ. ആൻസർ 1 തവണ. 30. ബാഹ്യവും ആഭ്യന്തരവുമായ കാര്യങ്ങളിൽ
തീരുമാനമെടുക്കാൻ രാഷ്ട്രത്തിനുള്ള അധികാരം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള ഏത് അടിസ്ഥാന ലക്ഷ്യമാണ്? ആൻസർ പരമാധികാരം. ആൻസർ പരമാധികാരം. 31. ഏത് വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനമാണ് തൂണക്കടവിലുള്ളത്? ഏത് വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനമാണ് തൂണക്കടവിലുള്ളത്? ആൻസർ പറമ്പിക്കുളം വന്യജീവി സങ്കേതം. ആൻസർ പറമ്പിക്കുളം വന്യജീവി സങ്കേതം. 32. ഭൂതത്താൻ കെട്ട് അണക്കെട്ട് ഏതു നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഭൂതത്താൻ കെട്ട് അണക്കെട്ട് ഏതു നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ പെരിയാർ നദിയിൽ. ഭൂതത്താൻ കെട്ട് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് പെരിയാർ നദിയിലാണ്. 33. ഇവയിൽ ഏതിൻ്റെ ആസ്ഥാനമാണ് തൃശ്ശൂർ ജില്ലയിൽ അല്ലാത്തത്? ഇവയിൽ ഏതിൻ്റെ ആസ്ഥാനമാണ് തൃശ്ശൂർ ജില്ലയിൽ അല്ലാത്തത്? പൗസ് ചെയ്ത് റെഡിയ. ആൻസർ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്. ആൻസർ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്. 34. പ്രാചീന കാലത്ത് കപില എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നദി ഏതാണ്? പ്രാചീന കാലത്ത് കപില എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നദി ഏതാണ്? ആൻസർ കബനി നദി. ആൻസർ കബനി നദി. 35. കേരളത്തിൽ വൈദ്യുതി വിതരണം നടത്തുന്ന ഏക കോർപ്പറേഷൻ. കേരളത്തിൽ വൈദ്യുതി വിതരണം നടത്തുന്ന ഏക കോർപ്പറേഷൻ ഏതാണ്? ആൻസർ തൃശ്ശൂർ കോർപ്പറേഷൻ. ആൻസർ തൃശ്ശൂർ കോർപ്പറേഷൻ. 36. കേരളത്തിലെ റവന്യൂ ഡിവിഷനുകളുടെ എണ്ണം എത്ര? കേരളത്തിലെ റവന്യൂ ഡിവിഷനുകളുടെ എണ്ണം എത്രയാണ്? ആൻസർ 27. കേരളത്തിലെ റവന്യൂ ഡിവിഷനുകളുടെ എണ്ണം 27. 37. കൊല്ലത്തെ മധുരയുമായി ബന്ധിപ്പിക്കുന്ന ദേശീയപാത ഏതാണ്? കൊല്ലത്തെ മധുരയുമായി ബന്ധിപ്പിക്കുന്ന ദേശീയപാത ഏതാണ്? ആൻസർ ദേശീയപാത 744. ആൻസർ ദേശീയപാത 744. 38. കേരളത്തിലെ നദികളെല്ലാം ഉത്ഭവിക്കുന്ന ഭൂപ്രകൃതി ഏതാണ്? കേരളത്തിലെ നദികളെല്ലാം ഉത്ഭവിക്കുന്ന ഭൂപ്രകൃതി ഏതാണ്? ആൻസർ മലനാടാണ്. ആൻസർ മലനാട്. 39. ഇടനാട്ടിൽ പ്രധാനമായി കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? ഇടനാട്ടിൽ പ്രധാനമായി കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? ആൻസർ ലാറ്ററൈറ്റ് മണ്ണ്. ആൻസർ ലാറ്ററൈറ്റ് മണ്ണ്. 40. കേരളത്തിൽ കടലുമായി ബന്ധമുള്ള കായലുകളുടെ എണ്ണം എത്ര? കേരളത്തിൽ കടലുമായി ബന്ധമുള്ള കായലുകളുടെ എണ്ണം എത്ര? ആൻസർ 27 എണ്ണം. കേരളത്തിൽ കടലുമായി ബന്ധമുള്ള കായലുകളുടെ എണ്ണം 27.